ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് വെടിവെപ്പ്. വെടിവെപ്പിൽ ഒരാൾ മരിച്ചു, 7 പേർക്ക് പരിക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. റഷീദ്, എപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം? എന്താണ് പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ? കൂടിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസരൻ പർവ്വത മേഖലയിലാണ് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ട്രക്കിങ്ങിന് പോയിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികൾ വെടിയുതിർത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പരിക്കേറ്റവരിൽ 7 പേർ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ സ്ത്രീകൾ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ വെടിയുതിർത്ത ഭീകരർ സൈന്യത്തിന്റെ വേഷത്തിലായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും പഹൽഗാമിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പരിക്കേറ്റവരെയും അതുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ സുരക്ഷാ സേനയും വ്യക്തമാക്കുന്നത്. നിലവിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊന്നും പേര് വിവരങ്ങളൊന്നും ഇതുവരെയും സൈന്യം പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായും 3 പ്രദേശവാസികളും അതോടൊപ്പം 3 ഇതര സംസ്ഥാനക്കാരുമാണ് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. എന്തായാലും ഈ ഭീകരരെ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തിരച്ചിലും ഊർജിതമാക്കിയിരിക്കുകയാണ് സൈന്യം. ശരി, അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പെഹൽഗാമിലുണ്ടായ വെടിവെപ്പിൽ ഭീകരാക്രമണത്തിൽ 6 പേർക്ക് പരുക്കേറ്റിരിക്കുന്നു. ഒരാൾ കൊല്ലപ്പെട്ടു എന്ന സുരക്ഷാ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്നും.